ഇറാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഇസ്രായേലിൽ 6 പേർ കൂടി കൊല്ലപ്പെട്ടു. ഇതോടെ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 12ആയി. 23 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. BK സുഹൈൽ വിവരങ്ങളുമായി ചേർന്നു. സുഹൈൽ, ഈ തെല്ലവീവിലും മറ്റിടങ്ങളിലും ജെറുസലേമിൽ ഉൾപ്പെടെ ആക്രമണം ഉണ്ടായെന്ന് കേൾക്കുന്നു. എന്താണ് പുതിയ വിവരങ്ങൾ? അജിംസ്, ഇപ്പോൾ വരുന്ന വാർത്ത ഏറ്റവും നിർണായകമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. ഒറ്റ ആക്രമണത്തിൽ ഇറാന്റെ മിസൈൽ വീണ് 6 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ബൈത്ത് ഷംസ് എന്ന് പറയുന്നത് ജെറുസലേമിനോട് ചേർന്നിട്ടുള്ള ഏകദേശം 30 കിലോമീറ്റർ പരിധിയിലുള്ള ഒരു നഗരമാണ്. അവിടെയാണ് ഇപ്പോൾ വലിയ ആക്രമണം ഇസ്രായേലിൽ നടന്നിരിക്കുന്നത്. ഇറാന്റെ മിസൈൽ വീണ് ഒരിടത്ത് ആദ്യം വന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ 4 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതായിരുന്നു. ഇപ്പോൾ എല്ലാ ഇസ്രായേലി മാധ്യമങ്ങളും നൽകുന്നു 2 പേരുടെ മൃതദേഹം കൂടി ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നു. അങ്ങനെ മരണം 6 ആയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇവിടെ തന്നെ ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് കൂടി ഇസ്രായേലി മാധ്യമങ്ങൾ പറയുകയാണ്. 23 പേരെയാണ് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുന്നത്. അവരിൽ പലരും ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ള ആളുകളാണ്. അതിൽ 18 പേർ അതിന് പുറമെയുണ്ട്. സാരമായി പരിക്കേറ്റിട്ടുള്ള ആളുകൾക്ക് പുറമെ നിസ്സാരമായി പരിക്കേറ്റ 18 പേർ കൂടിയുണ്ട്. അപ്പോൾ ഈ 23 പേരിൽ ഇനിയും കുറേയേറെ ആളുകൾ ഒരുപക്ഷെ മരണത്തിന് കീഴടങ്ങാൻ സാധ്യതയുണ്ട്. ഈ സമീപകാലത്ത് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഏറെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഏറെ ആളുകൾക്ക് മരണം സംഭവിച്ചിട്ടുള്ള ഒരു ആക്രമണമായി ഇത് മാറുകയാണ്. നമ്മൾ നോക്കുക, ഈ യുദ്ധം തുടങ്ങി വെച്ചത് ഇസ്രായേലാണ്. ഇസ്രായേൽ എല്ലാ തരത്തിലും ഒരുങ്ങിയതിന് ശേഷമാണ് ഈ യുദ്ധത്തിലേക്ക് കടന്നത്. അങ്ങനെ അമേരിക്കയുടെ ധാഡ്, പാട്രിയറ്റ് പോലെയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം എല്ലാം സെറ്റാണ് എന്ന് വിചാരിച്ചതിന് ശേഷം നടത്തിയ ആക്രമണത്തിൽ പോലും ഇപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. അവരുടെ മിസൈലുകൾ ഇവിടെ വീഴില്ല എന്നായിരുന്നു ഇസ്രായേലിൻ്റെ ഒരു കണക്കുകൂട്ടൽ. എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നു. ആളുകളോട് ബങ്കറിലേക്ക് പോകാനൊക്കെ നിർദ്ദേശങ്ങൾ നൽകുകയും സൈറണുകൾ എത്തിക്കഴിഞ്ഞാൽ ഉടനെ സൈറൺ മുടങ്ങും. അതോടുകൂടി ആളുകൾക്കെല്ലാം ബങ്കറിലേക്ക് പോകാം. അതോടുകൂടി ഇവിടെയെല്ലാം സേഫാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഒറ്റ ആക്രമണത്തിൽ കഴിഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ 6 പേർ ഇസ്രായേലിൽ കൊല്ലപ്പെടുകയാണ്. ഒരുപക്ഷേ കഴിഞ്ഞ 2025 ജൂണിൽ നടന്ന ആക്രമണവും അവസാനിച്ചത് ഇറാന്റെ ആക്രമണത്തോടു കൂടിയായിരുന്നു. ഇറാൻ കുറേ സമയമായി പറയുകയായിരുന്നു, നിങ്ങൾ തുടങ്ങിയത് നിങ്ങളാണെങ്കിലും അവസാനിപ്പിക്കുന്നത് ഇറാൻ ആയിരിക്കും എന്ന ഭീഷണിയെല്ലാം മുഴക്കിയിരുന്നു. ഇത് ഒരുപക്ഷെ ഈ രൂപത്തിൽ ആക്രമണങ്ങൾ നടക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ഇസ്രായേലിനുള്ളിൽ വലിയ ഈ നഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടേക്ക് തന്നെ കാര്യങ്ങൾ പോകുമോ എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണം നടന്നിട്ടുള്ളത്.